ഞാനിത് ക്ലിയർ ചെയ്യാൻ പോവാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ നമുക്കിപ്പോ ഒരു ആൻസർ കിട്ടി. ഡെൽറ്റ യു എന്ന് പറഞ്ഞ എത്രയായിരുന്നു പറഞ്ഞേ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? That is equation number 1. അത് നമ്മൾക്ക് കിട്ടിയ എക്സസ് എനർജി അല്ലേ? ഇപ്പൊ നമ്മൾ പറയാണ് ആർ എന്ന് പറയുന്ന റേഡിയസ് ഡെൽറ്റ ആർ ആയി മാറണമെങ്കിൽ നമ്മളൊരു എക്സസ് വർക്ക് ചെയ്യണ്ടേ? നേരത്തെ യൂണിറ്റ് നമ്പർ 1 ഞാൻ പഠിപ്പിച്ചായിരുന്നു, വർക്കിന്റെയും എനർജിയുടെയും ഡയമെൻഷൻ സെയിം ആണല്ലേ? അപ്പൊ നമ്മൾ വർക്ക് അവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. വർക്കിന്റെ ഇക്വേഷൻ തന്നെയാണ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെരി ഗുഡ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച. ഇനി ഫോഴ്സും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ഇവിടെ നമുക്ക് പ്രഷറാ കണ്ടുപിടിക്കാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ബൈ എ ഈസ് ഈക്വൽ ടു പ്രഷർ ഓർ എഫ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പ്രഷർ എത്രയായിരുന്നു? പി ഐ മൈനസ് പി ഒ. അകത്ത പ്രഷറാണ് കൂടുതൽ, പുറത്തോട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇൻറ്റു ആ റേഡിയസ് ഉള്ളതിന്റെ ഏരിയ 4πr² ഇൻറ്റു എത്രമാത്രം വ്യത്യാസം വന്നതിനാന്ന്? ഡെൽറ്റ ആർ വ്യത്യാസം. ദാറ്റ് ഈസ് കൺസിഡർ ആസ് ഇക്വേഷൻ നമ്പർ 2. എന്നാൽ ഇത് എനർജിയും ഇത് വർക്കും ആണെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് 1 ഈക്വൽ ടു 2. വി ക്യാൻ കമ്പയർ ദിസ് ടു ഇക്വേഷൻ എസ് ഇൻറ്റു 8πr ഇൻറ്റു ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് പി ഒ ഇൻറ്റു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. ശ്രദ്ധിച്ച് ക്യാൻസൽ ചെയ്യണം. ഡെൽറ്റ ആർ വെട്ടിക്കളയാം, ഡെൽറ്റ ആർ വെട്ടിക്കളയാം. 4πയും 8πയും വെട്ടിയ ഒരു 2 കൊടുക്കാം. ഇതും വെട്ടിയ ഇവിടെ ഒരു 6 കൊടുക്കാം. ശരിയായില്ലേ? 2s ഡിവൈഡഡ് ബൈ r അല്ലേ? ശരിയായില്ലേ കാർത്തി? നോക്കി. Therefore the excess pressure inside a drop is equal to 2s by r. ഇനി ഇവിടുന്ന് അങ്ങ് എഴുതിയാൽ മതി. Similarly, in the case of a bubble, there is two surfaces of contact of water and air. So multiply this equation by 2, then Pi minus Po is equal to 2 into 2s by r. That is equal to 4s divided by r in the case of a bubble. Next heading, capillary rise. കുറെ ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പേനയുടെ റീഫില്ലർ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നില്ലേ? അത് ക്യാപ്പിലറി റൈസിന്റെ ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ വേനൽക്കാലത്തിന് മുമ്പ് കർഷകർ ഈ നിലം ഫ്ലോയിൽ അല്ലെ ഉഴുതുമറിക്കും. അതെന്തിനാന്നൊരു ചോദ്യം വരും. അതിന്റെ ഉത്തരവും ക്യാപ്പിലറി റൈസ്. അതെന്നു വെച്ചാല് എയറില് മണ്ണില് ധാരാളം ക്യാപ്പിലറി ട്യൂബ്സ് ഉണ്ട്. ഈ ക്യാപ്പിലറി ട്യൂബ്സിലൂടെയാണ് വാട്ടർ മണ്ണിന്റെ മുകളിലോട്ട് വരുന്നത്. അപ്പൊ വേനൽക്കാലാകുമ്പോൾ നമുക്കറിയാം ഭയങ്കര സൂര്യപ്രകാശം അല്ലെ ഭയങ്കര ഹീറ്റായി കഴിയുമ്പം ഈ വെള്ളം മുഴുവൻ ഇവാപറേറ്റ് ചെയ്ത് പോകും. ഈ പാലക്കാടൊക്കെ പോയാൽ നമുക്കറിയാം അവരെന്ന് വെച്ചാൽ ഈ തെങ്ങിന്റെ എല്ലാം ചോട് ഉഴുതു മറിച്ച് ഇങ്ങനെ ഇടും. അപ്പൊ എന്നാ പറ്റും? ഈ ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബുമായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റിന്റെ കോണ്ടാക്ട് കുറയും. അപ്പൊ എന്നാ പറ്റും?
ഇവാപ്പൊറേഷൻ റേറ്റ് കുറയും. അപ്പം നമ്മുടെ മണ്ണിലെ വാട്ടറിന്റെ ലെവല് നമുക്ക് കുറയാതിരിക്കാൻ സഹായിക്കുക, കൂട്ടിയല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ഈ ആപ്ലിക്കേഷനായിട്ട് ചോദിച്ചിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്, നമുക്കൊന്നും മനസ്സിലായില്ല, ചോദ്യം പോലും എന്നാ. ദാറ്റ് ഈസ് ദ capillary rising. That means when a narrow tube is dipped in a liquid. അപ്പൊ നമുക്ക് ആദ്യം ഒരു ലിക്വിഡ് വേണം. ലിക്വിഡ് വെക്കണമെങ്കിൽ ആദ്യം ഒരു കണ്ടെയ്നർ വേണം. നമ്മുടെ കണ്ടെയ്നറാണ്. അതിനകത്ത് നമ്മളൊരു നാരോ ട്യൂബ് വെച്ചു, വളരെ തിൻ ട്യൂബ്. ഇനി നമുക്ക് അതിനകത്ത് ഒരു വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ, ഇത്രയും വാട്ടർ ഉണ്ടെങ്കിൽ, the liquid rises in the tube to a certain height against gravity. ഗ്രാവിറ്റി താഴേക്കാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു certain height വരെയും ജലം ഈ ട്യൂബിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉയരും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാപ്പിലറി റൈസ്. നിങ്ങൾക്ക് ആ സെന്റൻസ് വേണോ എഴുതിയെടുക്കാൻ? നിങ്ങളുടെ വേറെ ഉണ്ടെങ്കിൽ അത് മതി, അല്ല ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തല്ലോ, നല്ല സെന്റൻസ് ആയത്. When a narrow tube, bracket capillary tube, when a narrow tube, ഇത് നന്നായിട്ട് കേൾക്കാലോ അല്ലേ? or capillary tube, അതിനകത്തിരുന്ന് എടുക്കുന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം. is dipped in a liquid. ഞാൻ എഴുതണ്ടല്ലോ, ഞാൻ പറഞ്ഞു തന്നാ പോരെ? is dipped in a liquid, എഴുതിയേക്കാം. is dipped in a liquid. വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ച് കഴിയുമ്പോൾ കോമ എന്നാ പറ്റും? The liquid rises in the tube to a certain height. The liquid rises to a certain height against gravity. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് ഒരിക്കലും ക്യാപ്പിലറി റൈസ് താഴത്തോട്ടൊന്നും ആയില്ല, മുകളിലോട്ട്, ഗ്രാവിറ്റിക്ക് എതിർവശത്തോട്ട് മുകളിലോട്ടായിരിക്കും ക്യാപ്പിലറി റൈസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇതിന് നമ്മൾ മെനിസ്കസ് എന്ന് പറയും അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പർ മെനിസ്കസ്, ലോവർ മെനിസ്കസ് എന്നൊക്കെ. ഇല്ല, ഉണ്ടേ ഉണ്ട്, ഇല്ല ഇല്ല എന്ന് പെട്ടെന്ന് പറയണം, എന്നുവെച്ചാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പോൾ. ഒരു വെള്ളമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിന്റെ ക്യാപ്പിലറി റൈസും നമ്മളുടെ ഇരിക്കുന്ന ഒരു മെർക്കുറി ആണെങ്കിൽ അതിന്റെ ക്യാപ്പിലറി റൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. വെള്ളത്തിന്റെ ക്യാപ്പിലറി റൈസിന്റെ ടോപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്, ഇങ്ങനെ ഉണ്ടോ? പക്ഷെ മെർക്കുറിയുടെ കേസിൽ ഇത് തിരിച്ചു വരും. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഒന്ന് പഠിപ്പിച്ചാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ച്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ. വേറൊരു ലൈൻ ഓഫ് കോണ്ടാക്ട് ഞാൻ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഹിയർ വി ക്യാൻ ഡ്രോ എ ടാൻജന്റ് ഹിയർ, ഹിയർ വി ക്യാൻ ഡ്രോ എ ടാൻജന്റ് ഹിയർ, ലൈക്ക് ദിസ്. സോ ഹിയർ ദ ആംഗിൾ ഈസ് ദിസ്, it is theta, it is acute, this is theta, this is obtuse. This is in the case of Hg or mercury, this is in the case of H2O. അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ പൊക്കമുള്ള വശത്തിന് ഇതുണ്ട്, അപ്പർ മെനിസ്കസ് ലോവർ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് താഴെയുള്ളത്. മനസ്സിലായോ? നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ
എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ആയതുകൊണ്ട് ഇതിനെ പി എ എന്ന് എഴുതാം. അറിയാലോ? പാസ്കൽസ് ലോ അനുസരിച്ച് സെയിം ഹൈറ്റിലാണ് ഈ പോയിന്റ് എങ്കിൽ ഇതിനെ P2 എന്ന് എടുത്താൽ P2 ഈക്വൽ ടു പി എന്ന് തന്നെ എഴുതാം. ശരിയാണല്ലോ? ഞാൻ പറയാണ് ഇതിനെ ഇവിടെ പി എ ആണെങ്കിൽ ഇവിടെയും പി എ തന്നെയായിരിക്കും, ഇതിന്റെ പുറത്തും. ഇവിടെ അകത്ത് ഞാനൊരു പോയിന്റ് തൊട്ട് മുകളിലെടുത്തു, അതിനെ P1 എന്നും എടുത്തു, ഇതിനെ P2 എന്നും എടുത്തു. ക്ലിയർ അല്ലേ? P1 മെനിസ്കസിന് തൊട്ട് താഴെ അറ്റ്മോസ്ഫിയർ ആയിട്ട് മുട്ടിയിരിക്കുന്ന രണ്ട് വശത്തും പി എയുടെ നേരെ വാട്ടറിനകത്ത് വന്നതിനെ P2 എന്ന് പറയും. നമ്മളൊരു ഗേജ് പ്രഷർ പറഞ്ഞായിരുന്നു, ഓർമ്മിക്കുന്നില്ലായിരിക്കും. ഇത്രേ ഹൈറ്റ് H ആണെങ്കിൽ ആ പ്രഷർ വ്യത്യാസം എന്ന് പറയുന്നത് H ഇൻറ്റു റോ ഇൻറ്റു ജി ആയിരിക്കും. അങ്ങനെയോടെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇത്രേ ഹൈറ്റ് H ആണെങ്കിൽ H ഹൈറ്റ് ആണ് ഇവിടെ മുതൽ ഈ P1 എന്ന് പറഞ്ഞ പോയിന്റ് വരെയെങ്കിൽ ആ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് H റോ ജി ആയിരിക്കും. അതും ഓർമ്മിക്കുന്നുണ്ടല്ലോ? ഈ പടം കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നാ കേട്ടോ, എന്നെ വ്യത്യാസം രണ്ടിന്റെയും ക്യാപ്പിലറിയുടെ മുകളിൽ എന്നെ വ്യത്യാസം എന്ന് പറയാൻ വേണ്ടി. ഇത് നിങ്ങൾ വരച്ചെടുത്തോളൂ. ഒരു പടോടെ വരച്ചാൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്യൂബിന്റെ ഈ എൻഡ് നമ്മൾ വലുതാക്കി വരയ്ക്കുക. ക്യാപ്പിലറി ട്യൂബിന്റെ ടോപ്പ് സൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മെനിസ്കസ് ആയിട്ട് ഇത് നിൽക്കും. ഇങ്ങനെയല്ലേ നിൽക്കണേ? ഇത്രയും വാട്ടർ ഉണ്ടായിരിക്കും അടിവശത്ത് അല്ലേ? അതിനിങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു സർക്കുലർ ഫോമിലായിരിക്കും അതിന്റെ സെൻട്രിൽ നിന്ന് നിൽക്കണേ. എന്നാന്ന് മനസ്സിലായത്? ക്യാപ്പിലർ ട്യൂബ് മാത്രം നമ്മൾ എടുത്ത് വരച്ച, അപ്പൊ ഇതിന്റെ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ വാട്ടർ ഉണ്ട്. ആ വാട്ടറിനെ യോജിപ്പിച്ചുകൊണ്ട് ഞാനൊരു സ്പിയർ വരച്ചതാണിത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി കാണും. ശരി, നമുക്ക് ഇവിടെ ചില പാരാമീറ്റർ എടുക്കണം, അതുകൊണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഈ കോണ്ടാക്റ്റുമായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ, മുമ്പേ ടാൻജന്റ് വരച്ച പോലെ എനിക്ക് ഇവിടുന്ന് ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇവിടുന്ന് ഇങ്ങനെ ഒരു ടാൻജന്റ് ഇങ്ങനെ നേരെ വരയ്ക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒക്കെ കാണാം. സോ ഹിയർ ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ. അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ ഈ തീറ്റ? ഇനി ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങ് വരച്ചു കഴിഞ്ഞാല് ഇതാണ് അതിന്റെ റേഡിയസ് എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിച്ചു. ഈ ലെങ്തിന് ഞാൻ എ എന്ന് എഴുതി. ഇതിന്റെ കൃത്യം നടുക്കോടെ ഇങ്ങനെ പോകുന്ന ട്യൂബിന്റെ പകുതി ലെങ്ത് ഇത് എ. ഓക്കെ, കുഴപ്പമില്ലോ? ഇല്ല. ഇനി ഇത് തീറ്റയാണ്, ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. അങ്ങനെയൊക്കെ അറിയാവോ? രണ്ട് പാരലൽ ലൈൻസിനെ ഉണ്ടാകുമ്പം കൂട്ടുമ്പം ഇതും 90 ആയിരിക്കും. ഇത് 90 അല്ലേ? അപ്പൊ ഇവിടെ വന്ന ഒന്നുകൂടെ ഓർത്താൽ മതി, ഈ ആംഗിളും നിങ്ങൾ ഇത്ര ഓർത്താൽ ഇതും തീറ്റ ആയിരിക്കും. കുഴപ്പമില്ല അത്ര ഓർക്കുന്നതിന്. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ കോസ് തീറ്റ എത്രയായിരിക്കും പറഞ്ഞേ? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, എ ബൈ ആർ കിട്ടും അല്ലേ? എന്തിനാന്ന് ഞാൻ പറയാം. ബിക്കോസ് ഇവിടുന്ന് എഴുതി തുടങ്ങണം. നമ്മുടെ ഇതായിരുന്നു നമ്മുടെ P1 മൈനസ് PO ഈക്വൽ ടു 2S ബൈ ആർ. അങ്ങനെയല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇവിടെ അകത്തെ P1 പുറത്തെ PA അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ P2 മൈനസ് P1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാന്ന് വെക്ക്. എന്നാണ് എഴുതരാം. P2 മൈനസ് P1 ഈക്വൽ ടു 2S ബൈ ആർ. ഈ P2 എന്ന് പറയണത് PAക്ക് തുല്യാന്ന് ഞാൻ പറഞ്ഞില്ലേ?
ഈ പോയിന്റ് തന്നെ ഇവിടെ. അപ്പൊ അതെങ്ങനെ എഴുതാം? PA മൈനസ് P1 ഈക്വൽ ടു 2S/R. നന്നായിട്ട് എഴുതണം. ഇത് വായിച്ചാൽ നിങ്ങൾ കുഴയും. P2 മൈനസ് P1. ഇവിടെയാണ് പ്രഷർ കൂടുതൽ. താഴത്തോട്ട് പോകുമ്പോൾ പ്രഷർ കൂടും. P2 മൈനസ് P1 ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചു 2S/R. ഇനി പറയാണ് P2 എന്ന് പറഞ്ഞാൽ PA ആണ്. അപ്പൊ PA മൈനസ് P1 ഈക്വൽ ടു 2S/R. ശരിയല്ലേ? ഈ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഞാൻ ഈ 6 കണ്ടുപിടിച്ചത്. ചെറിയ 6 എഴുതിയാണ്. 6 എത്രയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര കിട്ടി ഇവിടുന്ന്? R ഈസ് ഈക്വൽ ടു cos theta divided by A. ശരിയല്ലേ? അപ്പൊ ഇതെങ്ങനെയാവും? PA മൈനസ് P1 ഈക്വൽ ടു 2S ഡിവൈഡഡ് ബൈ cos theta A. ഞാൻ മുകളിലോട്ടെ എന്റെ ഒരു സ്റ്റെപ്പ് എളുപ്പമാവും. cos theta P2 equal to cos theta A by cos theta cross R equal to A by cos theta. ഞാനും അത് ആലോചിച്ചത് എങ്ങനെ ഇനി വന്നത്. വെരി ഗുഡ്. ഒരു കാര്യം നമുക്ക് ഈ PA നെ P2 തന്നെ ഇട്ടിട്ട് പോവാം. കുറച്ചുകൂടെ എനിക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഈ എല്ലാം കൂടെ മറന്നു കഴിയുമ്പോൾ ഇത് P2 അല്ലേ? P2 മൈനസ് P1 ഈക്വൽ ടു R ഈക്വൽ ടു A by cos theta. Therefore 2S by A cos theta മോളിവർ. ശരിയല്ലേ? തരുന്നില്ല. 2S cos theta by A ആയി. P2 മൈനസ് P1. ഞാൻ എങ്ങനെ എഴുതാൻ കാരണം എന്നുള്ളതേ, P2നെ നിങ്ങൾക്ക് ഗേജ് പ്രഷർ വെച്ച് അറിയാം. P2 ഈസ് ഈക്വൽ ടു P1 പ്ലസ് H rho G. ശരിയല്ലേ? അല്ലേ? എത്ര ഹൈറ്റ് ഉണ്ടോ അത്രേ ഹൈറ്റ് ഇൻറ്റു റോ ഇൻറ്റു ജി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തന്ന. അപ്പൊ P2 മൈനസ് P1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? H rho G ആയിരിക്കും അല്ലേ? അല്ലേ? P2 ഈക്വൽ ടു P1 പ്ലസ് H rho G ആണെങ്കിൽ P1 ഇങ്ങ് കൊണ്ടേ കുറച്ച് കഴിഞ്ഞാൽ മൈനസ് P1 എത്രയായിരിക്കും? H rho G. അങ്ങനെയെങ്കിൽ അത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാവും? H rho G ഈസ് ഈക്വൽ ടു 2S cos theta ഡിവൈഡഡ് ബൈ A. അല്ലേ? നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? ചോദ്യം ക്യാപ്പിലറി റേസ് അല്ലേ? ഓക്കെ. എത്ര മാത്രം ഹൈറ്റ് ഉണ്ടാകും എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ H ഈസ് ഈക്വൽ ടു 2S cos theta by A into rho into G. ഇനി ഈ ക്വാണ്ടിറ്റി എല്ലാം തന്നെ സർഫസ് ടെൻഷനെ കാണാൻ ചോദിക്കുന്നെങ്കിലോ S ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് പറയാം തീറ്റ വളരെ വളരെ ചെറുതായതുകൊണ്ട് കോസ് തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? 2S into തീറ്റ ഡിവൈഡ് തീറ്റ എഴുതാൻ പറ്റിയല്ലോ. കോസ് തീറ്റ വളരെ ചെറുതാണെങ്കിൽ കോസ് 0 ആകുമ്പോൾ അത് എത്രയാകും? 1 ആയി പോകും. അപ്പൊ തീറ്റ വേണ്ട. 2S ഡിവൈഡഡ് ബൈ A rho G. ഇനി S ആണെങ്കിലോ S ഇവിടെ നിൽക്കും. H A rho G ഡിവൈഡഡ് ബൈ 2 cos തീറ്റ. അത് ചെയ്ത് കഴിയുമ്പോൾ S ഈക്വൽ ടു ഇതുപോലെ തീറ്റ ചെറുതാണെങ്കിൽ കോസ് തീറ്റ 1 ആയി പോകും. H rho G A by 2. നോക്കിയാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അല്ലേ നിങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതല്ലെങ്കിൽ പിന്നെ ഇതിന് എഴുതാം കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാപ്പിലറി റൈസിൽ എത്ര ഹൈറ്റ് വരെയും പോവും, അല്ലെങ്കിൽ ക്യാപ്പിലറി റൈസിന് അപ്പൊ നോക്കിയിട്ട് എസ് ക്യാപ്പിലറി റൈസിന് കാരണം ആരാണ്? സർഫസ് ടെൻഷൻ. മനസ്സിലായി? എസ് വന്ന് കണ്ടോ?
സർഫസ് ടെൻഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്? കാപ്പിലറി റേസ്. capillary raise. The reason for the capillary raise is a surface tension. ആക്ച്വലി ഇവിടം വരെയാണ് ഈ ചാപ്റ്ററിന്റെ തിയറി പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കേൾക്കാലോ അല്ലേ? കേൾക്കാം സർ. ഹെഡിങ് എഴുതിയോ? ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ് ആൻഡ് സോപ്പ്. തുണി അലക്കാൻ നല്ലത് ഡിറ്റർജന്റ് ആകട്ടോ. ശരിക്കും പറഞ്ഞാൽ സോപ്പിനേക്കാളും നമ്മൾ സോപ്പാ ഉപയോഗിക്കുന്നതിനെങ്കിൽ. ഇതെന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് വെള്ളം കൊണ്ട് നമ്മൾ കഴുകുക എന്ന് വെക്കുക. സാധാരണ തുണി അലക്കാൻ വെള്ളമല്ലേ ഉപയോഗിക്കണേ. വാട്ടർ കൊണ്ട് കഴുകി കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിക് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ഇഷ്ടപ്പെടാത്ത. ഹൈഡ്രോഫിലിക് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ടറിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെ ലവിങ് വാട്ടർ. അപ്പൊ ഈ ഡിറ്റർജന്റിന് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാല് ഡിറ്റർജന്റിന് ശരിക്കും പറഞ്ഞാൽ 2 എൻഡ് ഉണ്ട്. ഇങ്ങനെ നമ്മളിത് വരയ്ക്കുന്നത്. നിങ്ങൾ ഇതും വരയ്ക്കാനൊന്നും പോകണ്ട. ഒരു എൻഡ് എന്ന് പറയുന്നത് വാട്ടർ ഹൈഡ്രോഫോബിക്കും മറ്റേതെന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക്കും ആയിരിക്കും. ഇനി നമ്മളൊരു തുണി എടുത്ത് ചുമ്മാ വെള്ളം കൊണ്ട് മുക്കിയാല് അതിനകത്തുള്ള ഗ്രീസി എന്ന് പറഞ്ഞാൽ എണ്ണമയം പോലെയുള്ള സാധനം, അല്ലെങ്കിൽ ഗ്രീസി ഓയിൽ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെളികളും ഇത് പോകാൻ എന്നാന്ന് ചോദിച്ചാല് വി ആഡ് ഡിറ്റർജന്റ് ഓർ സോപ്പ്. എന്തിനാണ്? ടു ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ. ആ വാക്ക് വേണം. ടു ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ആരുടെ? H2O. വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കും. വെറും വാട്ടറിന്റെ അല്ല, ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ആൻഡ് ഗ്രീസി ഇന്റർഫേസ്. അങ്ങനെ എഴുതണം. ഇപ്പൊ നോക്കിയേ, ഇതാണ് ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ചെളി നമ്മളുടെ ഷർട്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഏരിയലിന്റെ ഒക്കെ പരസ്യത്തിൽ അവരിങ്ങനെ നൂലിഴകളൊക്കെ കാണിച്ചിട്ട് ഞങ്ങളോട് ബെറ്റ് വെക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ഇതാ കേട്ടോ, ഗ്രീസി ആയുള്ള ചെളി. ഇവിടെ വാട്ടർ എന്നാൽ ഈ വാട്ടറിന് ഇതിനോട് കോണ്ടാക്ട് ചെയ്ത് ഇതിനെ അലിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായ കാർത്തി? അപ്പൊ ഈ ചെല്ലുന്ന വാട്ടർ ഇവിടെ ഇങ്ങനെ ചുമ്മാ കിടക്കുകയുള്ളൂ. ഇതേ തൊടാൻ പറ്റില്ല, അവിടെ വെള്ളം വീണ നനയേല. അപ്പൊ എന്നാ ഈ ഇന്റർഫേസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഡിറ്റർജന്റ്, ഇവിടുത്തെ സർഫസ് ടെൻഷനെ ഈ പറയുന്ന ഡിറ്റർജന്റ് അങ്ങ് കുറയ്ക്കും. അപ്പൊ എന്നാ പറ്റി? ഈ വാട്ടർ ഇതുമായിട്ട് ലയിക്കും. അപ്പൊ പിന്നെ വാഷ് ചെയ്യുമ്പം അത് ആ വെള്ളമായിട്ട് അങ്ങ് ഒഴുകിപ്പോകും. ഇപ്പൊ മനസ്സിലായോ? ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ചെറിയ 2 സെന്റൻസ് ആയിട്ട് വേണേ ഞാൻ എഴുതി തരാം. അല്ലെ നിങ്ങൾ ഈ കഥ മുഴുവൻ എങ്ങനെ എഴുതി വെക്കും? നിങ്ങൾക്ക് എഴുതണോ? നിങ്ങളിൽ ഉണ്ടോ ഇതിന്റെ ആൻസർ? എന്നാ എഴുതണ്ട. ഉണ്ടോ? എന്നാ അത് മതി. വാഷിംഗ് വിത്ത് വാട്ടർ ഡസ് നോട്ട് വെറ്റ് ഗ്രീസി ഡാറ്റ്. വാട്ടർ അതിനെ ലയിപ്പിക്കുക അല്ലെങ്കിൽ നനയിപ്പിക്കുകയല്ല. പക്ഷെ വെൻ ഡിറ്റർജന്റ് ആഡഡ് ടു വാട്ടർ ഇറ്റ് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ആരുടെ? വാട്ടർ ആൻഡ് ഗ്രീസി ഇന്റർഫേസ്. അങ്ങനെ തന്നെ എഴുതണം, വെറുതെ വാട്ടർ എന്നൊന്നും എഴുതല്. ടു ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ആൻഡ് ഗ്രീസി ഇന്റർഫേസ് considerably, and then it wets a grease cloth or shaking the closed greasy dirt. Okay. ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാം. എക്സ്പ്ലെയിൻ വൈ. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചുമ്മാ ചെറിയ ചോദ്യങ്ങൾ. എക്സ്പ്ലെയിൻ വൈ ഇങ്ങനെ ചോദിക്കും, റീസൺ എഴുതണം. ഫസ്റ്റ് വൺ,
The angle of contact of mercury with glass is obtuse, while that of water with glass is acute. കാരണം എന്നാ? Water with glass is acute. Hg plus glass is obtuse. നിങ്ങൾക്ക് ഇതല്ലേ നിങ്ങൾ ചിന്തിച്ചിരിപ്പുള്ളൂ. ഇതിന്റെ കാരണം ചോദിച്ചാൽ നിങ്ങൾ എന്നെ എഴുതും? ഇവിടെ എന്നാണ്? മെർക്കുറിയുടെ കേസിലാണെങ്കിൽ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് എയർ ഈസ് ഗ്രേറ്റർ ദാൻ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് എയർ. അങ്ങനെ പറഞ്ഞ എഴുതി തന്നിട്ടില്ല ഞാൻ? അതാണ് അതിന്റെ റീസൺ. അതെടുത്തേ. ഇവിടെ വാട്ടറിന്റെ കേസിൽ സർഫസ് ടെൻഷൻ ഓഫ് ആരും എഴുതിയല്ലേ ഇതിന്റെ ഉത്തരം? ചുമ്മാ കുറെ കഥ എഴുതി വെക്കും, പാടയൊക്കെ വായിക്കും. ഇതിന് ഈ ഒരു ഉത്തരവേ ഉള്ളൂ. Surface tension of liquid solid interface is less than to surface tension of liquid atmosphere interface. Therefore, ഇത് wet ആയിരിക്കും, ഇത് ഡ്രോപ്പ് ആയി നിൽക്കും. കാര്യം കിട്ടിയില്ലേ? 2. എന്തുകൊണ്ടാണ് a drop of liquid under no external pressure which attain spherical shape? ഒരു ഡ്രോപ്പിന്റെ ഷേപ്പ് സ്പെറിക്കൽ ആകാൻ കാരണം പറ. സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. സർഫസ് ഏരിയ വോളിയം മാറാതെ കേട്ടോ. ഫോർ എ ഗിവൺ വോളിയം എഴുതണം. ഫോർ എ ഗിവൺ വോളിയം sphere has minimum surface area. Surface area കുറഞ്ഞാൽ എന്നാ പറ്റും? Therefore, surface energy is decreased due to the decrease of surface tension. Surface tension ഉള്ള വാക്കോടെ കൊടുക്കണം കേട്ടോ. നല്ല വിധിയല്ലായിരുന്നു? കേട്ടിട്ടുള്ള, പക്ഷെ ഉത്തരം എഴുതുമ്പോ ഈ പോയിന്റുകൾ വേണം, അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നുള്ളൂ. അടുത്തത്, സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഈസ് ഇൻഡിപെൻഡന്റ് ടു ഏരിയ. ശരിയോ തെറ്റോ? സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഇൻഡിപെൻഡന്റ് ടു ഏരിയ. ശരിയാണ് തെറ്റാണ് കാർത്തി? ഏരിയനെ ആശ്രയിക്കുമോ? ആശ്രയിക്കില്ല. ഇത് ശരിയായി പ്രശ്നം. ഇപ്പൊ ഒരു മണ്ണെണ്ണ ഗ്ലാസ്സിൽ എടുത്താലും ഒരു മണ്ണെണ്ണ വലിയൊരു പാത്രത്തിൽ എടുത്താലും അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയോ. ഒരു കുഞ്ഞി കുപ്പിയിൽ എടുത്താലും എല്ലാത്തിലും ഒരേ സർഫസ് ടെൻഷൻ ആയിരിക്കില്ലേ? അല്ലേ? അതുമേ സർഫസ് ടെൻഷൻ ഞാൻ 2 ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. മനസ്സിലായോ? ഞാൻ എനർജി എന്ന് പറഞ്ഞപ്പോഴാണ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞത് അല്ലേ? എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു. പക്ഷെ ഫോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇപ്പൊ യൂണിറ്റ് ലെങ്തിനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഏരിയ ഡിപ്പെൻഡന്റ് ആണോ? എവിടെയാണെങ്കിലും യൂണിറ്റ് ലെങ്ത് 1 സെന്റിമീറ്റർ അല്ലെ 1 സെന്റിമീറ്ററിൽ എത്രയാണോ അതിനെ മാത്രം ആശ്രയിക്കും. നല്ല ചോദ്യം അല്ലായിരുന്നോ? നമ്മൾ തെറ്റിക്കുന്ന ചോദ്യം അല്ലായിരുന്നോ? Water with detergent dissolved in it should have small angle of contact. ഈ ശരിക്കും നമ്മളിപ്പോ പറഞ്ഞില്ലേ, വാട്ടറിനകത്ത് ഡിറ്റർജന്റ് ഇട്ട് കഴിഞ്ഞാല് ഇത് നനയ്ക്കൂന്ന് പറഞ്ഞില്ലേ? അവിടെ എവിടെയെങ്കിലും ക്യാപ്പിലറി ട്യൂബുകൾ ഉണ്ടോ പിള്ളേരെ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ തുണികളുടെ ഇടകൾ എന്നായിട്ട് ആക്ട് ചെയ്യും? നൂലുകളുടെ ഇട capillarities. Okay, the narrow space
ബിറ്റ്വീൻ ആരാ? And then narrow space in the cloth area. The cloth act as capillarities. അപ്പം ഈ ഡിറ്റർജന്റ് എന്നാന്ന് വെച്ചാല് ഡിറ്റർജന്റ് ലോവർ ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ക്യാപ്പിലാരിറ്റി വെച്ച് ഈ ചോദ്യം ചോദിക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇനി നമ്മൾ അവിടെ ഒരു കോസ് തീറ്റയുടെ ടേമിൽ എഴുതിയേ? കോസ് തീറ്റ അല്ലേ എഴുതിയേ? ആ എച്ചിന്റെ ഇക്വേഷൻ എന്നായിരുന്നു? എച്ച് ഈസ് ഈക്വൽ ടു പറയാം. 2s cos theta divided by H is equal to 2s cos theta divided by rho g. ഓജിയോ rho g. rho g. ഇനി തീറ്റ ചെറുതാണെങ്കിലേ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ചെറുതാണെ കോസ് തീറ്റ കൂടിയല്ലേ? കോസ് 0 അല്ലേ 1 അല്ലേ? തീറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ കൂടുവോ കുറയുവോ? ആലോചിച്ചു പറ. കൂടും. 90 ആണെ കോസ് 90 എത്രയാ? 0. കുറഞ്ഞു പോകുന്നു. കോസ് 90 1 ആയില്ലേ? അപ്പൊ കോസ് വാല്യൂ എങ്ങനെയായി? കൂടി അല്ലെ? തീറ്റ കുറഞ്ഞ കോസ് തീറ്റ കൂടും. കോസ് തീറ്റ കൂടിക്കഴിഞ്ഞാൽ എച്ചോ കോസ് തീറ്റ മുകളിൽ തന്നെയല്ലോ. തീറ്റ കുറഞ്ഞ് കോസ് തീറ്റ കൂടിയ എച്ച് എന്നാ പറ്റും? ഈ ഇക്വേഷനിൽ നോക്ക്. എച്ച് കൂടും എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരം വെള്ളം പെനട്രേറ്റ് ചെയ്ത് ചെല്ലൂന്നല്ലേ? തുണിയഴയിലൂടെ കയറി ചെല്ലൂന്നല്ലേ? സോ ക്യാപ്പിലറി റൈസ് കൂടും. ഇങ്ങനെയും നമുക്ക് പറയാം ഡിറ്റർജന്റിന്റെ ഉത്തരം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ മറ്റേ കഥ എഴുതി വെച്ചാൽ ഒരു മാർക്കും തരാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, എഴുതിയെടുക്കാവോ? അല്ലെ നിങ്ങൾ എഴുതിക്കോളൂ? ഞാനിതൊന്ന് പറഞ്ഞു തരട്ടെ, എഴുതാവോ? എന്നാ കുറച്ച് വൃത്തിയായിട്ട് ഈ ഉത്തരം മനസ്സിലായി. അതായത് the cloth has narrow spaces in the form of capillarities. Cloth has large number of small narrow spaces called capillarities. അതിനകത്ത് capillarities ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. The height of capillary rise equal to equation എന്ന് പറഞ്ഞേ cos theta by 2s cos theta. 2s cos theta by a rho g. ഇങ്ങനെ എഴുതിയ മുഴുവൻ മാർക്കും കിട്ടുന്നേ. When we add detergent ഞാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞേ. It reduces the angle of contact. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീറ്റ കുറയ്ക്കും അല്ലേ? If theta decrease, cos theta യോ? Cos theta കൂടും. If cos theta increase, h ഓ? അത്രയും മതി. Due to this more and more capillary rise,
കൂടുതൽ ഹൈറ്റ് കയറും. ഡ്യൂ ടു ദിസ് more and more capillary rise നമുക്ക് കഴിയെടുക്കാം. The detergent will penetrate more in cloth. The detergent will penetrate more in cloth. ഞാൻ മുഴുവൻ വേറൊരു രീതിയിലാണ് ഉത്തരം അവതരിപ്പിച്ചല്ലേ. മുമ്പേ ഞാൻ വേറൊരു രീതി അവതരിപ്പിച്ചായിരുന്നു. ഗ്രീസ് കഴുകുന്ന കാര്യം വെച്ച് സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നതാണ്. ഇവിടെ ഞാൻ എങ്ങനെ അവതരിപ്പിച്ചേ? കാപ്പിലറി റൈസിന്റെ ടൈമിൽ. അടുത്ത ചോദ്യം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പേപ്പറെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ എന്നാ പറ്റും? നേരെ താഴേക്ക് വീഴുമല്ലേ ഈ അറ്റം. പേപ്പർ നീട്ടി പിടിച്ചാൽ എന്നാ പറ്റും? താഴേക്ക്. എന്നാൽ അതിന്റെ മുകളിലോട്ട് നമ്മൾ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അതാണ് ചോദ്യം. ഈ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യ. വാട്ട് ഹാപ്പൻ ടു ദ പേപ്പർ? ഒരു മാർക്ക്. ബി, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? കിട്ടുമെന്നോ? ഒരു മാർക്ക്. ഡിറൈവ് ഓർ പ്രൂഫ് ദാറ്റ് പ്രിൻസിപ്പിൾ. 3 മാർക്ക്. ഒരു പേപ്പർ ഞാൻ കൈ പിടിക്കുന്നു, ആ പേപ്പറിന്റെ മുകളിൽ ഞാൻ ഊതിക്കൊണ്ടിരിക്കുന്നു. എന്ത്? എന്ത് സംഭവിക്കും? അത് സ്ട്രെയിറ്റ് ആയി തന്നെ നിൽക്കും അല്ലേ? അത് ഹൊറിസോണ്ടലായി നിൽക്കും. കാരണം എന്നാണ്? ഇനിയാണ് നമ്മളത് പറയണ്ടേ. മുകളിലോട്ട് ഓടുമ്പോ മുകളിലത്തെ സ്പീഡ് കൂടും അല്ലേ? വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. താഴത്തെ പ്രഷർ ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാ അല്ലേ? അപ്പൊ മുകളിലോട്ട് ഒരു അപ്വേർഡ് മോഷൻ കിട്ടും. ഈ പേപ്പർ താഴത്തോട്ട് വീഴാതെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ, ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ്? വെരി ഗുഡ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. പ്രൂഫ് അറിയാലോ? പറഞ്ഞു തരണ്ടല്ലോ. ഇനി നല്ല ചോദ്യമല്ലേ? അനദർ വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. പൈപ്പ് അടച്ചു പിടിക്കുമ്പം വെള്ളത്തിന്റെ സ്പീഡ് കൂടുന്നത് എന്തുകൊണ്ട്? ചോദ്യം ഇങ്ങനെ ചോദിക്കും. ഒരാളിങ്ങനെ പൈപ്പിന്റെ ഒരു അറ്റം അടച്ചു പിടിച്ചു, അപ്പം പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന്റെ സ്പീഡ് കൂടുമോ കുറയുമോ? ഇങ്ങനെ പൈപ്പ് അടച്ചു പിടിച്ചാൽ വെള്ളം ചീറ്റൂലോ സ്പീഡില്. കൂടും കുറയുമോ? കൂടും. ഏത് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഏത് തിയർ ആണ്? എല്ലാത്തിനും അതങ്ങ് എഴുതാൻ മതിയല്ലോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഞാൻ അവിടെ പറഞ്ഞു തന്നേച്ച് പോന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തന്നെയായിരുന്നു വെലോസിറ്റി ഉള്ള ഒരു ഇക്വേഷൻ. A1 V1 equal to A2 V2. A2 V2. അപ്പൊ നമ്മൾ ഞെക്കി പിടിച്ചപ്പോ എന്നാ പറ്റി? ഏരിയ കുറഞ്ഞു. ഈ വശവും കോൺസ്റ്റന്റ്. അപ്പൊ ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി എന്ത് പറ്റും? അതെങ്ങനെയാണ്? ഇവിടെ 4 കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. ഞാൻ അന്നും എഴുതി കാണിച്ചു. ഇത് 8 എന്നുള്ളത് 2 ആയി കുറഞ്ഞാൽ ഇത് കൂടിയല്ലേ? എന്നാലല്ലേ ഈ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുള്ളൂ. A1 V1 equal to A2 V2. രണ്ടും 50 20 എന്നിരിക്കട്ടെ. ഇത് എഴുതാൻ പാടില്ല, 100 എന്നിരിക്കട്ടെ. ഇവിടെ ഏരിയ 50 ആയിരുന്നു. അപ്പൊ വെലോസിറ്റി എത്രയേ ഉള്ളൂ? 2. ഇവിടെ ഏരിയ കുറഞ്ഞ് 25 ആയി. അപ്പൊ വെലോസിറ്റി എത്രയായി? 4 ആയി. അപ്പൊ ഏരിയ കുറഞ്ഞ വെലോസിറ്റി എന്നാ പറ്റും? കൂടും. ഇത് കൂടുതൽ ഇത് പറഞ്ഞു തന്നെ അന്ന് ഞാൻ പറഞ്ഞു തന്നു. ഞെക്കിപ്പിടിച്ച് വെള്ളം ചീറ്റിക്കാൻ ബെർണോളിസ് തിയറി എഴുതി കിട്ടിയ പറഞ്ഞു കഴിഞ്ഞാല്
ഇത് കൂടി എന്നുള്ളതിന് ഒരു മാർക്ക് കിട്ടും. ഇതും 0, ഇക്വേഷൻ എഴുതുമ്പോൾ ഇതും 0. നിങ്ങൾ ഏത് ഇക്വേഷൻ എഴുതി വെക്കും? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് ഹാഫ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു എഴുതി വെക്കിയല്ലേ? മൊത്തം തെറ്റിയില്ലേ? അതിന്റെ ഡെറിവേഷനും തെറ്റൂലേ? സോ ബി വെരി കെയർഫുൾ. ക്വസ്റ്റ്യൻ നോക്കിയിട്ടേ ഉത്തരം എഴുതാവുള്ളൂ. വെലോസിറ്റി ഏരിയ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഒരാള് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുക. അടുത്ത ചോദ്യം. അത് മനസ്സിലാവുമോ എന്നുള്ളത് ഒരു നേഴ്സ് നമ്മുടെ കയ്യെ കുത്തി വെക്കുമ്പം നീഡിലിന്റെ വലിപ്പമാണോ ഇവിടെ ഈ കുത്തി വെക്കുന്നതിന് തൊട്ട് മുകളിൽ ഇങ്ങനെ നേഴ്സ് ഈ തന്തം വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടല്ലേ ഞെക്കണേ അതൊക്കെ ആ തമ്പ് കൊണ്ടുള്ള പ്രഷറാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതോ ഇതിന്റെ റേഡിയസ് ആണോ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സൂചിയുടെ റേഡിയസ് ആണോ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? The size of the needle of a syringe controls the flow rate better than the thumb pressure. നല്ലതാന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരവും ബെർണോൾസ് തിയറി ആണ്. പി പ്ലസ് ഹാഫ് വി സ്ക്വയർ പ്ലസ് ഒ ജി എച്ച് ഈസ് കോൺസ്റ്റന്റ് അല്ലേ? സിറിഞ്ചിനകത്തോടെ വരുന്നത് വെലോസിറ്റി അല്ലേ? അല്ലേ? സിറിഞ്ചിനകത്തോടെ മരുന്ന് വരുമ്പം വരുന്നത് വെലോസിറ്റി അല്ലേ? അപ്പൊ വെലോസിറ്റി അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് പവറിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അപ്പൊ പ്രഷർ ആണോ കൊടുക്കുന്ന പ്രഷറിനായിരിക്കുവോ സെക്കൻഡ് പവർ ഓഫ് വെലോസിറ്റിക്ക് ആയിരിക്കുവോ? പ്രഷർ ഇവിടെ ഒരു പവറേ ഉള്ളൂ. പ്രഷർ റേസ് ടു 1, വെലോസിറ്റി റേസ് ടു 2. വെലോസിറ്റിക്ക് ആയിരിക്കുവോ പ്രഷറിനായിരിക്കുവോ കൂടുതൽ ഇൻഫ്ലുവൻസ്? വെലോസിറ്റിക്ക് ആയിരിക്കും മോർ ഇൻഫ്ലുവൻസ്. നോക്കി ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. സോ ഏതാണ് ബെറ്റർ? സൂചിയുടെ വീര്യം ഇത് കൺട്രോൾ ചെയ്ത് ഇഞ്ചക്ഷൻ എടുക്കുക. ആള് ഞെക്കി പിടിച്ച് തള്ളി കയറ്റിയാലൊന്നും ഒരു തുള്ളി മരുന്നും അകത്തോട്ട് കയറില്ല. കാരണം ഇതാണ്, ആൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് ചെറിയൊരു ഫാക്ടർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത്രയും പോരെ? So our chapter is over now.